തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം മോദി ലോകമെങ്ങും വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ്. ദേവാലയങ്ങളിൽ തിരുപ്പിറവി ശുശ്രൂഷയും പാതിരാ കുർബാനയും നടന്നു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കുകയാണ്. സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് ലോകത്തോട് അരുൾ ചെയ്ത ദൈവപുത്രന്റെ തിരുപ്പിറവി ആഘോഷത്തിലാണ് നാടും നഗരവും. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കരുണയുടെയും ശാന്തിയുടെയും ദൂതുമായി യേശു പിറന്നതിന്റെ ഓർമ്മയിലാണ് വിശ്വാസികൾ. സഹനത്തിന്റെയും അതിജീവനത്തിന്റെയും പാഠങ്ങൾ പകർന്നു നൽകിയാണ് യേശുവിന്റെ പുൽക്കൂട്ടിലെ ജനനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന വചനം ആവർത്തിക്കുകയാണ് ഓരോ ക്രിസ്തുമസും. അത്യുന്നതമാം സ്വർഗ്ഗത്തിൽ സർവേശനു സ്തുതിഗീതം. വിശ്വാസദീപ്തിയിൽ വിണ്ണിലും മണ്ണിലും നക്ഷത്രവിളക്കുമായി വിശ്വാസികൾ പുണ്യരാവിനെ എതിരേറ്റു. പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നത്. ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷയും പാതിരാ കുർബാനയും നടന്നു. പേരാവൂർ സെന്റ് ജോസഫ് മേജർ ആർക്കി എപ്പിസ്കോപ്പ് ദേവാലയത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പാതിരാ കുർബാനയ്ക്ക് എത്തിച്ചേർന്നത്. വികാരി ഷാജി തെക്കേമുറിയിൽ ദിവ്യബലി അർപ്പിച്ചു. വൈകിയ വേളയിലും കുട്ടികൾ ഉൾപ്പെടെയാണ് പാതിരാ കുർബാനയിൽ പങ്കാളികളായത്. അവിടെ ആയിരിക്കുമ്പോൾ അവൾ പ്രസവ സമയമെടുത്തു. അവൾ നല്ല കണിഞ്ഞപുത്രനെ പ്രസവിച്ചു. അവനെ വെള്ളം വെച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.